നമസ്കാരം. ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അബൂ ഉബൈദയുടെ പേര് പറയാതെ ആ വാർത്ത മുഴുവനാക്കാൻ കഴിയാറില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ അബൂ ഉബൈദയുടെ പേര് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. പലപ്പോഴും പല ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. ചിലരൊക്കെ കളിയാക്കി ചോദിക്കുന്നതാണ്, ചിലരൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ആരാണ് അബൂ ഉബൈദ? എന്താണ് അബൂ ഉബൈദയുടെ പ്രത്യേകത? ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തി, യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തി, ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തി, അതുപോലെ നിരവധി ഹമാസ് ഹിസ്ബുള്ള നേതാക്കന്മാരെ കൊലപ്പെടുത്തി ഇസ്രായേൽ. എന്നാൽ അബൂ ഉബൈദക്ക് മാത്രം മരണമില്ല. മുഖം മറച്ചു വരുന്നത് അബൂ ഉബൈദയല്ല, അബൂ ഉബൈദയെ ഇസ്രായേൽ എന്നേ കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് ഇത്തരക്കാരോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള സംശയങ്ങൾ അതുപോലെ തന്നെ കളിയാക്കി അബൂ ഉബൈദയെ കുറിച്ച് പറയുന്ന ആളുകളോട് പറയാനുള്ളത്, അബൂ ഉബൈദ എന്ന് പറഞ്ഞാൽ അതൊരു പ്രസ്ഥാനമാണ്. ഇസ്രായേൽ ഫലസ്തീൻ വിഷയം നിലനിൽക്കുന്ന കാലത്തോളം അൽഖസാം ബ്രിഗേഡിന്റെ തലപ്പത്ത് അബൂ ഉബൈദ ഉണ്ടാകും. അബൂ ഉബൈദ എന്ന ആ പേരിനെ ഇല്ലാതാക്കാൻ ഒരിക്കലും ഇസ്രായേലിന് കഴിയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ 1400 വർഷം പുറകോട്ട് സഞ്ചരിക്കണം. ആരാണ് അബൂ ഉബൈദ എന്ന് അപ്പോൾ മനസ്സിലാകും. തീർച്ചയായും അബൂ ഉബൈദ എന്ന പേരിനെ ഇസ്രായേൽ എത്രമാത്രം ഭയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ 1400 വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിച്ചേ മതിയാകും. ആദ്യ കാലത്ത് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു സ്വഹാബിയാണ്, പ്രവാചകന്റെ അനുയായിയാണ് അബൂ ഉബൈദ. മുഴുവൻ പേര് അബൂ ഉബൈദ ഇബ്നു ജറാഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത്, ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധമാണ്, 313 അനുയായികളെ കൊണ്ട് പ്രവാചകൻ യുദ്ധത്തിനിറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. ഈ 313 ആളുകളെ വെച്ചുകൊണ്ട്, സ്വഹാബിമാരെ വെച്ചുകൊണ്ട് ആ യുദ്ധം വിജയിച്ച ഒരു ചരിത്രമുണ്ട്. ഈ യുദ്ധം നടക്കുന്ന വേളയിൽ പ്രവാചകനെ ജറാഹ് എന്നു പേരുള്ള ഒരു വ്യക്തി അധിക്ഷേപിച്ച് സംസാരിച്ചു. അബൂ ഉബൈദയുടെ പിതാവായിരുന്നു. അബൂ ഉബൈദ ഇബ്നു ജറാഹ് എന്നാണ് മുഴുവൻ പേര് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ പ്രവാചകനെ പലതവണ അധിക്ഷേപിച്ചപ്പോൾ അബൂ ഉബൈദ ഇറങ്ങിച്ചെന്ന് സ്വന്തം വാൾ ഉപയോഗിച്ച് പിതാവിന്റെ തലയെടുത്തു. പ്രവാചകൻ ഈ വിഷയത്തിൽ നീരസം പ്രകടിപ്പിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അബൂ ഉബൈദ, നിന്റെ പിതാവാണത്, നിന്റെ പിതാവിനെ ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അബൂ ഉബൈദക്ക് ന്യായീകരണം ഉണ്ടായിരുന്നു. എന്റെ പ്രവാചകനെ, എന്റെ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന എന്റെ പ്രവാചകനെ അധിക്ഷേപിച്ച് സംസാരിച്ചാൽ ഞാൻ പിന്നെ എന്തു ചെയ്യും പ്രവാചകരെ? ഇതല്ലാതെ എന്റെ മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു, എനിക്കത് ചെയ്യേണ്ടി വന്നു എന്ന് അബൂ ഉബൈദ പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ നീരസം പ്രകടിപ്പിച്ചെങ്കിലും ജിബ്രീൽ എന്ന മാലാഖ മുഖേന സർവശക്തനായ ദൈവം ആ സമയത്ത് പ്രവാചകൻ ഒരു കാര്യം അറിയിച്ചു. വ്യക്തിക്ക് പ്രാധാന്യമില്ല, പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ പ്രവാചകർക്കും എതിരായി നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. സ്വന്തം പിതാവാണെങ്കിലും മകനാണെങ്കിലും. പ്രവാചകന്റെ നീരസം അവസാനിച്ചു. പ്രവാചകനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. പ്രസ്ഥാനത്തിനു വേണ്ടി നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തു. AD 639 അബൂ ഉബൈദ മരണപ്പെടുന്നത്. എന്നാൽ ഇന്നുവരെ, ഇപ്പോഴും, ഈ നിമിഷം പോലും അബൂ ഉബൈദ എന്ന് പറയുന്ന ധീരനായ ആ പോരാളി ജീവിച്ചിരിക്കുകയാണ്. പിതാവിന്റെ തലയെടുത്തു എന്ന് പറഞ്ഞ്, തലയെടുക്കുന്നതിന് വേണ്ടി അബൂ ഉബൈദയെ പ്രോത്സാഹിപ്പിച്ചു പ്രവാചകൻ എന്ന് പറഞ്ഞ് പലരും പല വിധത്തിലുള്ള അധിക്ഷേപങ്ങൾ ഇപ്പോഴും പലരുടെയും ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. എന്നാൽ ആ അധിക്ഷേപങ്ങൾ ഒന്നുമല്ല, അതൊന്നും ശരിയല്ല എന്ന് കാലം തെളിയിക്കുകയാണ്. അബൂ ഉബൈദ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ്. ഇന്നും അബൂ ഉബൈദ എന്ന പേരിന് പ്രാധാന്യമുണ്ട്. ഇവിടെ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന അൽഖസാം ബ്രിഗേഡ്, അവരുടെ മാറി വരുന്ന ആരാണെങ്കിലും ശരി, അൽഖസാം ബ്രിഗേഡിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്ക് അബൂ ഉബൈദ എന്ന് പേരിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അബൂ ഉബൈദ എന്ന പേര് വന്നത്? ആരാണ് അബൂ ഉബൈദ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള അബൂ ഉബൈദമാർ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഫലസ്തീൻ ഒരിക്കലും പരാജയപ്പെടില്ല, അൽഖസാം ബ്രിഗേഡ് പരാജയപ്പെടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഗസയിലെ അവസ്ഥയെക്കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഗസയിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല. പോരാട്ട മുഖത്തുള്ള പോരാളി സംഘങ്ങൾക്ക് ഭക്ഷണമില്ലാത്ത സാഹചര്യമാണ്. ഈ കഴിഞ്ഞ സമയങ്ങളിൽ യഹിയ സിൻവാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്
അദ്ദേഹം മരിക്കുന്നതിന് 3 ദിവസം മുമ്പാണ് ഭക്ഷണം കഴിച്ചത് എന്ന ഒരു വാർത്ത നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതായത് മരണത്തിന് 3 ദിവസം മുമ്പ് വരെ അദ്ദേഹം പട്ടിണിയായിരുന്നു. അതിന് 3 ദിവസം മുമ്പാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത്. അവസാന നിമിഷം അദ്ദേഹത്തെ വകവരുത്തുന്നതിന് വേണ്ടി ശത്രു അടുത്തെത്തിയപ്പോഴും അദ്ദേഹം പോരാട്ട വീര്യം കാണിച്ചു. ശത്രുവിനെ നേരിടാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അതായത് പട്ടിണി കൊണ്ടോ ദാഹജലം കൊടുക്കാതെ പ്രയാസപ്പെടുത്തിയതുകൊണ്ടോ അൽക്കസാം ബ്രിഗേഡിനെയോ അതുപോലെ തന്നെ പോരാട്ട വീര്യം കാണിക്കുന്ന ഹമാസിനെയോ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതിന്റെ ഒരു നേർസാക്ഷ്യമായിരുന്നു യഹ്യ സിൻവാറിന്റെ ആ ചിത്രം. അത് ഇസ്രായേലിന് തന്നെ പിന്നീട് തിരിച്ചടിയായി. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അൽക്കസാം ബ്രിഗേഡിനെ നയിക്കുന്നത് അബൂ ഉബൈദ എന്ന് പറയുന്ന ധീരനായ പോരാളിയുടെ പേരുള്ള ഒരു വ്യക്തിയാണ്. ആ പേരവർ കൊടുത്തത് അദ്ദേഹം ധീരനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, ധൈര്യശാലിയായിരുന്നു. പ്രസ്ഥാനത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് അദ്ദേഹം തെളിയിച്ച ഒരു വ്യക്തിയാണ്. പരിശുദ്ധ ഖുർആൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രവാചകനെ അറിയിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ്. വളരെ പ്രധാനപ്പെട്ട പ്രവാചകന്റെ ഒരു അനുയായിയാണ് അബൂ ഉബൈദ എന്നുള്ളത് കൊണ്ടാണ്. ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സർവ്വ സൈന്യാധിപനായിരുന്നു. നേരത്തെ 1400 വർഷക്കാലത്തോളം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ നേതൃത്വത്തിലുള്ള, അന്ന് അറേബ്യ ഭരിച്ചിരുന്ന പ്രവാചകന് ശേഷം അബൂബക്കർ സിദ്ദീഖിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണമേറ്റെടുത്ത സമയത്ത് ഖുദ്സിന്റെ ഭരണം ഏറ്റെടുത്തിരുന്നു. അതായത് നല്ല നിലയിലായിരുന്നു ആ ഭരണം ഏറ്റെടുത്തത്, ഒരു വലിയ ചടങ്ങൊക്കെ സംഘടിപ്പിച്ച്. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് ഈ ഖുദ്സിന്റെ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വന്ന ഒരു വരവുണ്ട്. ഒട്ടകപ്പുറത്താണ് വന്നത്, മുഷിഞ്ഞ ഒരു വസ്ത്രം ധരിച്ച്. കൂടെ ഒരു ഭൃത്യനും ഉണ്ടായിരുന്നു. നീതിമാനായ ഉമർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം ഒന്ന് സാന്ദർഭികമായി പറഞ്ഞു പോകുന്നതാണ്. അതായത് കുറച്ചു ദൂരം ഉമർ ഇബ്നുൽ ഖത്താബ് ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കും. അതിനുശേഷം ഭൃത്യൻ ഒട്ടകപ്പുറത്ത് കയറും. അങ്ങനെ രണ്ടുപേരും മാറി മാറി ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചാണ് ഭരണം ഏറ്റെടുക്കാൻ എത്തുന്നത്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിച്ചിരുന്നത് അബൂ ഉബൈദയാണ്. അന്ന് ആ അബൂ ഉബൈദ, അതായത് ഖുദ്സിന്റെ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സർവ്വ സൈന്യാധിപനായിരുന്ന അബൂ ഉബൈദയുടെ പേരാണ് അൽഖസാം ബ്രിഗേഡിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. ആ വ്യക്തിക്കൊരു പ്രാധാന്യവുമില്ല. ഒരുപക്ഷെ ഒരുപാട് അബൂ ഉബൈദ എന്ന് പേരിട്ട് ഒരുപാട് അൽഖസാം ബ്രിഗേഡിന്റെ നേതാക്കന്മാർ, തലപ്പത്തിരിക്കുന്ന ആളുകൾ, സർവ്വ സൈന്യാധിപന്മാർ ഇതിനോടകം രക്തസാക്ഷിയായിട്ടുണ്ടാകും. എന്നാൽ അബൂ ഉബൈദ എന്ന പേരിന് മാത്രം മരണമില്ല. അതൊരു പേര് മാത്രമാണ്, ഒരു പ്രസ്ഥാനമാണ്. പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്ന ധീരനായ പോരാളിയാണ്. AD 639 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ധീരനായ ആ പോരാളിയെ കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നു. ആ ഓർമ്മകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. അബൂ ഉബൈദയെ ഇന്നും ശത്രുക്കൾ ഭയപ്പെടുന്നു. സയനിസ്റ്റ് ഭരണകൂടം അബൂ ഉബൈദ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വിറച്ചു പോകുന്നു. അതായത് പ്രസ്ഥാനത്തിനു വേണ്ടി, പ്രവാചകനു വേണ്ടി സ്വന്തം പിതാവാണെങ്കിൽ പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ തയ്യാറില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു നേതാവാണ്. അതാണ് അബൂ ഉബൈദ. ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറയാൻ തയ്യാറായത്. എന്തായാലും ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഫലസ്തീൻ മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. അബൂ ഉബൈദയുടെ നേതൃത്വത്തിലുള്ള അൽഖസാം ബ്രിഗേഡ് ഇന്നലെ നിരവധി ഇസ്രായേൽ സൈനികരെ പതിയിരുന്ന് ആക്രമിച്ച് ഇല്ലാതാക്കിയ വാർത്ത പുറത്തു വന്നിരുന്നു. ഇന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനകത്തേക്ക് നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. സിറിയയിലാണെങ്കിൽ അമേരിക്ക ഈ അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത അതിമാരകമായ ആക്രമണങ്ങളാണ് നേരിടുന്നത്. നിരവധി അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങളാണ് ഈ ആക്രമണത്തിന് പുറകിലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായും ഇവിടെ അബൂ ഉബൈദയെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ്. അബൂ ഉബൈദ എന്നു പേരുള്ള നീതിമാനായ, ധീരനായ ആ പോരാളിയെ കുറിച്ചുള്ള ഓർമ്മയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന നീതിമാനായ ഭരണാധിയെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇവിടെ പോരാട്ട മുഖത്തുള്ള സംഘങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും പരാജയമുണ്ടാകില്ല, അവർക്ക് മരണമില്ല. മരിച്ചാലും അവർ ജീവിച്ചിരിക്കും. അവരുടെ ഓർമ്മകൾ സയനിസ്റ്റ് ഭരണകൂടത്തെ തുടർച്ചയായി ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.